കുട്ടിയുടെ മാതാപിതാക്കളെല്ലാം കാണുകയുണ്ടായി. ആ സമയത്ത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായതെന്ന് പറയുന്നു. സ്കൂളിലെ അസംബ്ലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടി അവിടെ നിന്ന് കാലുകൊണ്ട് ചരൽ വരച്ചു എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ പ്രധാന അധ്യാപകൻ വിളിച്ചു നിർത്തി കുട്ടിയുടെ അനുജത്തിയുടെ മുമ്പിൽ വെച്ച് തന്നെ അടിച്ചു എന്നാണ് കുട്ടിയുടെ അമ്മ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇത് ഗുരുതരമായി തന്നെ ഒരു കുറ്റമായിട്ട് കമ്മീഷൻ കാണുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയുണ്ടായി. ഏതായാലും ഒരു ചെറിയ കുറ്റത്തിൻ്റെ പേരിൽ പരസ്യമായി കുട്ടിക്ക് അടിച്ചത് മാത്രമല്ല, കുട്ടിക്കുണ്ടായിട്ടുള്ള ഒരു ട്രോമ അത് വളരെ വലുതാണ്. അതാണ് കമ്മീഷൻ വളരെ ഗൗരവത്തോടെ കാണുന്നത്. പിന്നീട് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ ബാക്കി നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. ഏതായാലും കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ട് ബന്ധപ്പെട്ട അധികാരികളോട്, SHOയോടും അതുപോലെ തന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസിൻ്റെ നോഡൽ ഓഫീസറോടും അതുപോലെ തന്നെ DDയോടും ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റിപ്പോർട്ട് കിട്ടും. റിപ്പോർട്ടും കൂടി പരിശോധിച്ച് മറ്റ് തുടർ നടപടിയിലേക്ക് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും അടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രാഥമികമായി കമ്മീഷൻ അങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ നിയമസഹായവും അതോടൊപ്പം തന്നെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിനോടും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിനോടും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ നൽകുന്നതാണ്. കുട്ടിക്ക് യാതൊരു വിധത്തിൽ പ്രയാസങ്ങളും തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകാതെ ആവശ്യമായ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കർശനമായിട്ട് നിർദ്ദേശം കമ്മീഷൻ നൽകുകയാണ്. പ്രധാന അധ്യാപകൻ സ്കൂളിൽ വന്നിട്ട് സ്ഥലത്തില്ല, അദ്ദേഹത്തെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നിലവിൽ പോലീസിന് മുമ്പാകെ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇവിടെ അതുകൊണ്ടായിരിക്കാം ഇല്ലാതെന്ന് കമ്മീഷൻ കരുതുകയാണ്. ഏതായാലും കുട്ടിയെയും കൂടി കണ്ട് കുട്ടിയുടെ കൂടെ മൊഴിയുടെ എന്താണ് കുട്ടിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം മറ്റു തുടർ നടപടിയിലേക്ക് പോകുന്നതാണ് പറയുന്നത്. അല്ല, അധ്യാപകരുടെ മൊഴി നമുക്ക് അങ്ങനെ രേഖപ്പെടുത്താം. ബന്ധപ്പെട്ട പോലീസ് അധികാരികളാണ് അത് രേഖപ്പെടുത്തേണ്ടത്. ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ആയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റു കാര്യങ്ങൾ. ഓണപരീക്ഷ നടത്തുന്നുണ്ട്. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, അത് കമ്മീഷൻ ഗൗരവത്തോടെ കാണുന്ന അതാണ്. കുട്ടിക്കുണ്ടായിട്ടുള്ള ട്രോമ അത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് പരസ്യമായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് അടിയുടെ വേദന എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഈ എക്സാം ടൈമിൽ തന്നെ നടക്കുന്നു എന്നുള്ളതും വളരെ ഗൗരവത്തോടെ കമ്മീഷൻ കാണുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.